പിശാചിനെ പുറത്താക്കുമെന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെ പുറത്താക്കും. ഒരിക്കലും എൻ്റെ അടുത്തൊരു പെണ്ണിങ്ങനെ വന്നിരിക്കുകയാണ് ഒരു കാര്യത്തിൽ. അപ്പോഴെന്നെ കർത്താവ് കാണിച്ചു തന്നു അവളുടെ ഉള്ളിൽ ഒരു പിശാചുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു തന്നാൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ കിടന്ന് ഒച്ചയമ്പോഴൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിശാചിനെ ആരാ പുറത്താക്കണത്? കർത്താവാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്താ ചെയ്യണം? നീ അതിന് എല്ലാം ശാന്തമായിട്ടാണ്, ഒരു ബഹളമില്ല, ഒച്ചയില്ല, ഒന്നുമില്ല. നീ വിശ്വസിക്കുക. ഞാൻ വിശ്വസിച്ചു. നീ അതിനെ ബഹിഷ്കരിക്കും, അതിനെ ബൈൻഡ് ചെയ്യണം, അതിനെ എന്തെല്ലാം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു അതേമാതിരി ഞാൻ ചെയ്തു. അവസാനം ഒരു കാര്യമില്ലാണ്ട് അവൾ ഒരു അലർച്ച അലറി. അപ്പോഴും ഞാൻ ഒരു ബഹളമുണ്ടാക്കില്ല. ഞാൻ ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ്. കാരണം എനിക്കറിയാം എന്തുകൊണ്ടാണ് അവൾ അലറണത്. ആ സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറയാണ്, നീ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. നീ സർപ്പങ്ങളെ, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, രോഗികളെ സുഖപ്പെടുത്തും, സർപ്പങ്ങളെ കയ്യിലെടുക്കും. സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നുണ്ട് വഴിയിൽ നടക്കുന്ന സർപ്പത്തിനൊക്കെ കയ്യിലെടുക്കാനല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളുടെ മേൽ ഒരു വിശ്വാസിക്ക് ആധിപത്യം കൊടുത്തിരിക്കുന്നു. അതൊന്ന് പരീക്ഷിച്ച് നോക്കണോ? വേണമെങ്കിൽ ഇന്ന് നോക്കാം. ഞാനൊരു പിശാചിനെ നിങ്ങളുടെ അടുത്തേക്ക് വിടട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്തേക്ക് ഒരു പിശാചിനെ വിടാം. പിശാച് വന്ന് നിങ്ങളുടെ കുരക്കിന് കയറി പിടിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിനിങ് നടത്തുന്നത്. അങ്ങനെ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ പറയും, എടാ പിശാചേ, ഞാൻ കർത്താവ് ചോദിച്ചയാളുടെ മകനാണ്, കർത്താവ് ചോദിച്ചതിലുണ്ട്, നീ കളിക്കൊന്നും വേണ്ട, യേശുവിൻ്റെ നാമത്തിൽ വേഗം പോയിക്കോ. അതങ്ങ് പോവും. എടാ പിറ്റേ ദിവസം കുറേ കൂടി വലിയ പിശാച് വരും. ആ വലിയ പിശാചിനോടും ഇത് തന്നെ പറഞ്ഞാൽ മതി, യേശുവിൻ്റെ നാമത്തിൽ നീ പോയിക്കോളൂ. എന്തുകൊണ്ടാണ്? എന്ത് വിശ്വാസത്തിലാണ് പറയണേ? പിശാച് യേശുവിനേക്കാൾ വലുതാണെന്നുള്ള വിശ്വാസത്തിലാണോ പറയണേ? പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പിശാച് നമ്മുടെ അടുത്ത് പിന്നെ വരില്ല. അത് വിശ്വസിക്കാത്തവരുടെ അടുത്തൊക്കെ പോയിട്ട് പിശാച് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. പറയണതിൻ്റെ അർത്ഥം, നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ ഈ സത്യം മനസ്സിലാക്കണം. ദൈവം സർവാധിപനാണെന്നും പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നും. അപ്പോൾ നമ്മൾ പറയും, ചിലർ പിശാചിനെ ബന്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ബന്ധിച്ചല്ലോ ഈശോ. യേശു മത്തായി, മർക്കോസ്, ലൂക്കയിലൊക്കെ ബന്ധിച്ച് ഇതെല്ലാം ഈ വരാനിരിക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഒരു ആൻറ്റിസിപ്പേറ്ററി എക്സ്പീരിയൻസ് ആണ്. ഏതുപോലെ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഈശോ അവിടെ പറയുന്നുണ്ട്. പക്ഷെ പാപങ്ങൾ ക്ഷമിക്കുന്നത് കുരിശിൽ യേശു പാപം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ്. എന്നാൽ അതിനെ ഒരു മുൻ ടേസ്റ്റ് കൊടുക്കുകയാണ്. പിശാചിൻ്റെ പ്രവർത്തനത്തെ കുരിശിൽ യേശു പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. കാണുന്നതിനെല്ലാം ബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ ഫോക്കസും എന്തിലേക്ക് കൊടുക്കണു? പിശാചിന് പോകുന്നു. അങ്ങനെ ബന്ധിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈശോ ജൂദാസിൽ പിശാച് കയറിയപ്പോൾ ബന്ധിച്ചില്ല? പിശാച് ജൂദാസിൽ കയറുന്നത് യേശുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടല്ലേ. അപ്പക്കഷ്ണം തിന്ന മാത്രയിൽ പിശാച് അവനിൽ പ്രവേശിക്കണത് യേശു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തുകൊണ്ട് പിശാച് കയറി? ഈശോ അനുവദിച്ചത് കൊണ്ടാണ്. അതിനു മുമ്പ് ഈശോ എന്ത് പറഞ്ഞു? ഇനി നീ ചെയ്യാൻ പറയുന്നത് ചെയ്യുക. അപ്പോൾ പിശാചിന് യേശു ജൂദാസിന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. പത്രോസിനോട് പറഞ്ഞു, പിശാച് നിന്നെ ഗോതമ്പ് പാറ്റണമാതിരി പാറ്റാൻ പോവുകയാണ്. ഈശോ ബന്ധിച്ച് പ്രാർത്ഥിച്ചോ പിശാചിനെ മാറ്റാൻ? പിശാചിൻ്റെ ശക്തി പരിമിതമാണ്. ഇറ്റ് ഹാസ് എ ലിമിറ്റ്. പിശാചിനെ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ വലിയ നന്മയുണ്ടാക്കാൻ ഉള്ള പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ജൂദാസിനെ പിശാച് കയറിയത് ദൈവം അനുവദിച്ചത് കൊണ്ടാണ്.
പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ പിശാചാണ് അതിൽ പ്രവർത്തിച്ചത്, യേശു അനുവദിച്ചത് കൊണ്ടാണ്. എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പീഡകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം പിശാചാണെന്നും പറഞ്ഞ് നടന്നിട്ടൊരു കാര്യമില്ല. മറിച്ച് വിശ്വാസത്തിലൂടെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണുകയും ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ഒരനുഭവം നമുക്ക് തരികയാണ്. ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ അനുഭവം നമുക്ക് നൽകിക്കൊണ്ട് ആ പീഠകളിലൂടെയാണ് നമ്മൾ യേശുവുമായിട്ട് ഒന്നാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാലുള്ള കാരണം എന്താ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയായിരിക്കണം. ദൈവിക ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി, പിശാച് പോയിക്കോളും. നമ്മൾ വിശ്വസിച്ചാൽ മതി. അഥവാ അപ്പോൾ ഇതെല്ലാം പറയുന്നത് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഈ ജ്ഞാനം നമ്മൾക്കുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയെല്ലാം വേറെ ഒരു ചിന്താഗതിയിലാവും നമ്മുടെ. മറിച്ച് പിശാചിനെ ബന്ധിച്ചില്ലെങ്കിൽ ആകെ നശിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നതെല്ലാം പിശാചായിരിക്കും, അതിനെ ബന്ധിച്ച് നടക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിശോമിച്ച നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം സാവധാനം വിട്ടുപോകും. നമ്മളുടെ പ്രസംഗം മുഴുവനും ആരെക്കുറിച്ചുള്ള പ്രസംഗമാവും? പിശാചിൻ്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ചുള്ള പ്രസംഗമാകും. അത് പ്രസംഗിക്കണോ? കർത്താവിശോമിച്ചയെക്കുറിച്ച് പ്രസംഗിക്കണോ? അതാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ദൈവിക ശക്തിയാൽ നയിക്കപ്പെടുന്നതിന് ജ്ഞാനം നൽകണമേ. ദൈവിക ശക്തി ഞങ്ങളിൽ മനസ്സിലാക്കുന്നതിന് ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ബോധ്യങ്ങളിലാകാതെ ദൈവിക ശക്തിയിലാകണമേ. സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലബല ഹലബല 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 ശാല ഹലബല ഹലബല ഹലബല. പ്രൈസ് ദി ലോർഡ്. സമയമായി. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സംശയമുണ്ടോ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. യെസ്. മാമോദീസായിലൂടെ ആ വ്യക്തിയിൽ എത്ര വലിയ പാപം ചെയ്താലും ആ മാമോദീസായുടെ മുദ്ര ഒരു തരത്തിലും ആയില്ല. അവൻ ദൈവമകൻ തന്നെയാണ്. ആ വ്യക്തി ചെയ്യാനിരിക്കുന്ന പാപങ്ങളെല്ലാം യേശുക്രിസ്തു കുരിശിലേറ്റെടുത്തതാണ്. പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം അവൻ പശ്ചാത്തപിക്കാൻ പരിശുദ്ധാത്മാവ് അവനിൽ സഹായിക്കുന്നു. അവൻ പാപമോചനം കർത്താവ് കൊടുക്കുന്നു. അപ്പോൾ മാമോദീസ ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ പാപം ചെയ്യാൻ പാടില്ലായി ഒന്നുമില്ല. നമ്മളുടെ വിശ്വാസം എന്താണ്? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഏത് പാപമാണ് ഈശോ ഏറ്റെടുത്തത്? ആദവും ഹവ്വയും ചെയ്ത പാപവും അതിൻ്റെ സകല പരിണത ഫലങ്ങളും മനുഷ്യവംശത്തിൽ ഇപ്പോൾ നടക്കുന്ന പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും യേശുക്രിസ്തു ഏറ്റെടുത്തുവോ? വരാനിരിക്കുന്ന പാപവും യേശുക്രിസ്തു ഏറ്റെടുത്തുവോ? ഇനി വരാനിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരു വിമോചകൻ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ പാപം ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് ഞാൻ പറയുമ്പോൾ പാപം ചെയ്യാനൊരു ലൈസൻസായിട്ട് അല്ല മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ
പാപം ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയ കൃപ നമ്മളിലുണ്ട്. അതിനി നമുക്ക് നാളെ അതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കും. എന്തുകൊണ്ടാണ് പാപം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ പാപം മാമോദീസ സ്വീകരിച്ച ആളിൽ നിന്നും പാപം പോകാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിച്ചു, ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടുവെങ്കിലും എന്തുകൊണ്ട് നമ്മളിൽ ഇപ്പോഴും പാപം ചെയ്യുന്നു? അത് നമ്മൾ പഠിക്കണം. പെട്ടെന്ന് പറയാം, ക്ഷമിക്കണം കേട്ടോ, നമ്മൾ പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല? നമ്മൾ മാമോദീസ സ്വീകരിച്ചു, ക്രിസ്ത്യാനിയാണെങ്കിലും നമ്മളിപ്പോഴും വിചാരിക്കണത് ഈ 10 കൽപ്പന കൃത്യമായിട്ട് പാലിച്ചാലേ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ആര് പാലിച്ചാൽ? ഞാൻ തന്നെ പാലിച്ചാൽ 10 കൽപ്പന പാലിക്കപ്പെടും. പക്ഷേ എൻ്റെ ശക്തിയിലൂടെ അല്ല കൽപ്പന പാലിക്കേണ്ടത്. പിന്നെ ആരുടെ ശക്തിയിലൂടെയാണ്? കൃപയിലൂടെയാണ്. നമ്മളിപ്പോഴും പഠിക്കുന്ന കാറ്റഗീസവും നമ്മളെ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് നീ 10 കൽപ്പന കൃത്യമായിട്ട് പാലിച്ചോളണം, പാലിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും, നീ ഇന്നത് പാലിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. അപ്പോൾ പിന്നെ യേശുക്രിസ്തു വന്നിട്ട് എന്താ ചെയ്തേ? യേശുക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തു? അതാണ് ഈ ഫരിസേയ മനോഭാവത്തിൻ്റെ ഒരു അവസ്ഥ. ഫരിസേയർ ഇത് തന്നെ ചെയ്തിരുന്നത്. ഫരിസേയർ എന്ത് ചെയ്തു? അവർ കൽപ്പന പാലിക്കണം. ഫരിസേയ നീതി എന്ന് പറഞ്ഞാൽ കൽപ്പന കൃത്യമായിട്ട് പാലിക്കുക, ഞങ്ങൾ നീതീകരിക്കപ്പെടും എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ പിന്നെ അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ആവശ്യമുണ്ടോ? യേശുക്രിസ്തുവിന് വല്ല പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ടോ? അതേ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. വാസ്തവത്തിൽ യേശുക്രിസ്തു വന്നു, നമ്മൾ സ്നാനം സ്വീകരിച്ചു, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, നമ്മൾ കുമ്പസാരിക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്നുകൊണ്ട് മര്യാദയ്ക്ക് കൽപ്പന പാലിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പോൾ യേശുക്രിസ്തു ആണോ ഇവിടെ വലുത്, കൽപ്പനയാണോ വലുത് എന്ന് പറഞ്ഞേ? വാസ്തവത്തിൽ യേശുക്രിസ്തുവാ വലുത്, ഇല്ലേ? ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് കൽപ്പന പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ നിറഞ്ഞ് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഒരവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും നമ്മുടെ സാധാരണ സാഹചര്യത്തിൽ നമ്മളിപ്പോഴും ഈ 10 കൽപ്പനകളെയാണ് കൂടുതൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പാപം ചെയ്തു പോകുന്നത്. ഇതിനി വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പം ചോദിച്ചത് കൊണ്ടൊരു സൂചന തന്നതാണ്. എന്ന് വിചാരിച്ചാൽ 10 കൽപ്പന പാലിക്കേണ്ട എന്നല്ല പറയുന്നത്. കൽപ്പന എങ്ങനെ പാലിക്കപ്പെടും? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിലൂടെ വരുന്ന കൃപാവരം നമ്മളിൽ നിറയുമ്പോൾ, ആ കൃപാവരം നമ്മുടെ മാനുഷികതയിൽ നിറഞ്ഞ് നമ്മുടെ മാനുഷികതയെ ദൈവീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയുണ്ടാകും. ആ അവസ്ഥയാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് നാളെ മറ്റന്നാളും ഇനി പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചു വരുന്നു. നമ്മൾ 8:45 എല്ലാവരും തിരിച്ചെത്തുന്നു. എന്നിട്ട് നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് സമയം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്.